Hello viewers, Namaste, welcome back to my new video. In 6th March, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ രാവിലെ സെൽ ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റിയിൽ അത്ര മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ അത് ഡൗണിൽ തന്നെയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആ ടൈമിൽ നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് തന്നത്. നമുക്ക് രാവിലെ ആ ട്രേഡ് വന്ന സെല്ല് വന്നത് ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. സോഫ്റ്റ് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് സിഗ്നൽസ് ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്നത്. കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് രാവിലെ വന്ന 58,533 9:20 ഡീറ്റെയിൽസ് എല്ലാം മേഖലയിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള P&L ആണ് 259 പോയിന്റ് ഡൗൺ ആണ്. സോഫ്റ്റ് തന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സിഗ്നൽ വരുമ്പോൾ അലേർട്ടിലും വരും, അതേ ഡീറ്റെയിൽസ് മേഖലയിൽ വരുന്നുണ്ട്. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ബൈങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് സെല്ലായിട്ട് 58,533. അപ്പോൾ നമുക്ക് ഈ ലെവലനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് എടുക്കാം. ഇപ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ചാർട്ട് ഇതിനകത്ത് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അത് നോക്കി നമുക്ക് അതിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി മാത്രം നോക്കി എടുക്കണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് സെല്ല് വരുമ്പോൾ അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ട് സൈഡ് ബൈ എടുക്കാം. പക്ഷേ ഇത് ബാങ്ക് നിഫ്റ്റിയിൽ വന്ന സെല്ല് കൺഫേം ആയിരിക്കണം. അതെങ്ങനെ നോക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് സെല്ല് വന്നിട്ടുണ്ട്, അതായത് ആരോ സെല്ലിൻ്റെ ആരോ തന്നിട്ടുണ്ട്. കൺഫേം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇവിടെ സെൽ സോൺ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴ്ത്തി ഒരു ബാർ കണ്ടോ, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരും. സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള ബാറ് ഇതുപോലെ റെഡ് തന്നെയായിരിക്കണം. ഇൻ കേസ് താഴത്ത് റെഡ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് വരുന്ന ട്രേഡുകൾക്ക് താഴത്ത് ബാർ വേണമെന്നില്ല. സപ്പോർട്ട് എന്ന് വെച്ചാൽ ബ്ലൂ സ്റ്റാർ ആണ്. സപ്പോർട്ട് എടുത്ത് വരുന്ന ട്രേഡുകൾക്ക് താഴെ ബാറില്ലെങ്കിൽ പ്രൈസ് ഓൺ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സെല്ല് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് അതിൻ്റെ പുട്ട് ഓപ്ഷൻ ഏത് സ്ട്രൈക്കാണോ അത് നമുക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്, പഠിച്ചെടുക്കാൻ മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.